CPM-ന്റെ മുൻനിര നേതാക്കൾ പി കെ ഗുരുദാസൻ പറയുകയുണ്ടായി പിണറായി മാറണമെന്ന്. പിണറായി മാറണമെന്ന് ഗുരുദാസൻ പറഞ്ഞു. പിണറായി ഇപ്പോൾ തന്നെ മാറണം. കാരണം 75 വയസ്സ് പ്രായമുള്ള ആളുകൾ ഇനി പാർട്ടി ചുമതലകൾ ഒഴിയണമെന്ന് CPM-ന്റെ ഒരു നയമാണ്. ഇപ്പോൾ ബംഗാളിൽ മൃദുൽ ദേ എന്ന് പറയുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ബംഗാളിൽ നിന്നുണ്ടായിരുന്നു. അവർക്ക് അവിടെയും സമ്മേളനം നടക്കുകയാണ്. സമ്മേളനത്തിന് തൊട്ട് മുമ്പ് അവർക്ക് 75 വയസ്സ് പൂർത്തിയായി എന്ന് കണ്ട് അവരെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റി. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ പിണറായി മാറേണ്ട ആളാണ്. AK ബാലൻ മാറണം, ശ്രീമതി മാറണം, അങ്ങനെ ഇത് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറണം. ഇങ്ങനെ പലരും മാറേണ്ടി വരും. പക്ഷേ കേരളത്തിലെ ആളുകൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. കാരണം കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെയല്ലേ ഉള്ളൂ. ഇവിടുത്തെ കാശ് കൊണ്ടാണ് പ്രകാശ് കാരാട്ട് പുട്ടടിച്ച് നടക്കുന്നത്. പ്രകാശ് കാരാട്ട് നല്ലൊരു ഷർട്ട് ഇടണമെങ്കിൽ കേരളത്തിൽ നിന്ന് കാശ് കൊടുക്കണം. പുള്ളി ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇടുള്ളൂ. കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന കാശ് കൊടുക്കണം. ത്രിപുര പോയി, ബംഗാൾ പോയി, അപ്പോൾ കഞ്ഞി കുടിച്ചും കപ്പലണ്ടി വാങ്ങിച്ച് നിന്നും പരിപ്പോട കഴിക്കുന്നുണ്ടെങ്കിൽ അതും, ഇനി വേറെ വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ അതും കേരളത്തിൽ നിന്ന് പിണറായി കൊടുക്കുന്ന ഭിക്ഷ കൊണ്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗാളിൽ മൃദുൽ ദേ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് 75 വയസ്സായി എന്ന് കഴിഞ്ഞ് സമ്മേളനത്തിന് മുമ്പ് അങ്ങനെ ആരെയും മാറ്റത്തില്ല. കാരണം കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന പാർട്ടി കോൺഗ്രസ് വരാൻ പോവുക. പാർട്ടി കോൺഗ്രസിൽ ഒഴിവാക്കിയാൽ മതി. പക്ഷെ അതിനു മുമ്പ് തന്നെ ബംഗാളി മാറ്റി. അവർ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പാർട്ടി എടുക്കുന്ന തീരുമാനം അതേപോലെ നടപ്പാക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയല്ല, ഇത് മൈലെണ്ണ തേച്ച പാർട്ടി പ്രവർത്തനം എങ്ങനെ വേണേലും വഴങ്ങും. വഴങ്ങുന്ന മുഴുവൻ പിണറായിയുടെ പക്ഷത്തേക്കാണ്. അതുകൊണ്ട് പിണറായി കളവ് ഇനി ബാക്കി ചിലർക്കും ഇളവ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു. 75 വയസ്സെന്ന് പറഞ്ഞാൽ 2025 ഈ വർഷം ജനുവരിയിൽ 75 പൂർത്തിയായവർ മാത്രം മാറിയാൽ മതി. അല്ലാതെ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് 75 ആയാൽ മാറണ്ട. മനസ്സിലായില്ലേ? അതുകൊണ്ട് സമ്മേളന കാലത്ത് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട. 2025 ജനുവരി മാസത്തിൽ ആർക്കൊക്കെ 75 വയസ്സായോ അവരൊക്കെ മാറിയാന്ന് പറയുമ്പോൾ 2025 ഫെബ്രുവരിയിലാവുന്ന ആൾ മാറണ്ട. മനസ്സിലായില്ലേ? അതൊരു തന്ത്രമാണ് ചില ആളുകൾ. അപ്പോൾ ജയരാജൻ EP ജയരാജൻ മാറണ്ട, TP രാമകൃഷ്ണൻ മാറണ്ട, അവരെയൊക്കെ നിലനിർത്തണം. EP ആണെങ്കിൽ പിണറായിട്ടൊന്ന് പിണങ്ങി നിന്നിട്ട് ഇപ്പോൾ പിന്നെ പിണറായി അല്ലാതെ വേറൊരു ദൈവമുണ്ടോ ഇതൊക്കെ പറഞ്ഞ് പാട്ട് പാടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും. പുള്ളിക്ക് 75 വയസ്സാകുന്നതിന് തൊട്ട് മുമ്പ് പോളിറ്റ് ബ്യൂറോയിൽ എത്തിയിട്ട് മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് EP ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ PK ഗുരുദാസൻ പറഞ്ഞതല്ല. പിണറായിക്ക് എന്തിനാണ് ഒരു ഇളവ് കൊടുക്കുന്നത്? 75 വയസ്സെന്ന് തീരുമാനിച്ചാൽ 75 വയസ്സ് മാറണം. പിന്നെ പിണറായി ഇല്ലെങ്കിൽ പാർട്ടി എന്താ നശിച്ചു പോവുക? അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ തന്നെ CPM-ൽ ഒരു ദാരിദ്ര്യവും ഇല്ല. P രാജീവുണ്ട്, KN ബാലഗോപാലുണ്ട്, MP രാജേഷുണ്ട്. അദ്ദേഹം പറയുന്നത് 3 പേര് ചെറുപ്പക്കാരാ. P രാജീവ്, KN ബാലഗോപാലൻ, MP രാജേഷ്. ഇവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മരുമോനെ ആക്കണ്ട എന്നുള്ള ധ്വനിയുണ്ട്. മരുമോനെതിരെ കൂടിയാണ് ഗുരുദാസന്റെ കലാപം. എന്നിട്ട് അദ്ദേഹം പറയുന്നു പിണറായി ഇപ്പോൾ അങ്ങ് രാജിവെക്കണം. രാജിവെച്ചിട്ട് ഇനി ഒരു വർഷം ഉണ്ടല്ലോ, ഈ ഒരു വർഷക്കാലത്ത് ഒന്നെങ്കിൽ രാജീവിനെ അല്ലെ ബാലഗോപാലിനെ ഒന്നല്ലെങ്കിൽ രാജേഷിനെ മുഖ്യമന്ത്രിയാക്കൽ അവർക്ക് ഈ കാലയളവിൽ അവർക്ക് ഭരണപരിചയം ഉണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിനെ രാജീവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാജേഷിന്റെ MP രാജേഷിന്റെ നേതൃത്വത്തിൽ നേരിടാൻ പറ്റും. അത് ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അത് ന്യായമായൊരു ചോദ്യമാണ്. കാരണം കൊല്ലത്ത് ഗുരുദാസന് 3ാം തവണയും മത്സരിക്കണമെന്നുണ്ടായിരുന്നു. PK ഗുരുദാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്, സർവാധരണീയനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അദ്ദേഹം ഗുരുവാണ്. ഗുരു എന്നാണ് അദ്ദേഹത്തെ പലരും വിളിക്കാറുള്ളത്. അത്ര നിർമ്മമതയോടെ നിഷ്കളങ്കമായി എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്ന ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റായിരുന്നു ഗുരുദാസൻ. പക്ഷേ ഗുരുദാസനെ നിഷ്കരുണം വിട്ടിട്ട് അവിടെ ഇന്ന് പാർട്ടിക്ക് പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത സമ്മേളനം നടക്കുന്ന ആ ഏരിയയെ പോലും വരില്ലെന്ന് പറഞ്ഞിരിക്കുക മുകേഷിനോട്. ഇയാളുടെ പ്രധാനപ്പെട്ട വിനോദം പെണ്ണുപിടുത്തമാണല്ലോ. രാത്രി കള്ളു കുടിച്ച് തെറി വിളിക്കുക, പെണ്ണുങ്ങളെ ഫോണിൽ വിളിക്കുക. എത്ര ഓഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇയാളിങ്ങനെ ഫ്ലർട്ട് ചെയ്യുന്ന സ്ത്രീകളെ വിളിച്ചിട്ട് നീ അവിടെ ഉണ്ടോ, അതിൻ്റെ ഭർത്താവുണ്ടോ, നീ ഇങ്ങോട്ട് പാടി, അത് കാണിക്കുക, ഇത് കാണിക്കുക, മറ്റത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ യൂട്യൂബിൽ ലഭ്യമാണ്. ഇങ്ങനെ ഒരു MLA ഇരുന്ന് നിർലജ്ജം, സദാചാരം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നികൃഷ്ടനായ മനുഷ്യനെ പോലെ പെരുമാറുന്ന ഒരു ജനപ്രതിനിധിയാണ് CPM-ന് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. എത്ര ആരോപണങ്ങൾ, ഇപ്പോൾ എത്ര കേസുകളാണ് അല്ലേ? ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുള്ള കേസ് പ്രതി അങ്ങനെ വല്ലാതെ ലജ്ജാനിർഭരമായ ഒരവസ്ഥ CPM-ന് വന്നുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവിടെ അടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ
ആ മുകേഷിന് സീറ്റ് കൊടുക്കുന്നതിന് ഗുരുദാസൻ എന്തിനായിരുന്നു? ഗുരുദാസൻ ഒരു പ്രാവശ്യം കൂടെ മത്സരിക്കണമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് 75 വയസ്സായി, മാറിക്കുമെന്ന് പറഞ്ഞു. കൊല്ലത്ത് ഗുരുതുല്യനായ ഒരാളെയാണ് ഗുരുദാസനിലൂടെ CPM രാഷ്ട്രീയത്തെ നഷ്ടമാക്കിയത്. കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും അദ്ദേഹത്തോട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആദരവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം പരസ്യമായി പ്രതിഷേധിച്ചെങ്കിലും പിന്നെ അദ്ദേഹം പാർട്ടി ലൈനിന് വിധേയനായി നിന്നു, പിണറായിയെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹം വീണ്ടും ഒരാൾക്ക് വേണ്ടി പാർട്ടി ഇങ്ങനെ നിരന്തരം നയം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ശരിയായ തീരുമാനമല്ല എന്ന് പുള്ളി ഉറക്കെ പറയുന്നു. കാരണം അത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പറയണമെന്നാണ് പുള്ളി പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഭിപ്രായം പറയാം, ആരും പൊന്നുതമ്പുരാനൊന്നുമില്ല. പിണറായിക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം വരും. പിണറായിക്ക് എന്തെങ്കിലും അങ്ങ് സംഭവിച്ചു, പിണറായി ഇല്ലാതായാൽ പാർട്ടി പിരിച്ചോളുക. അപ്പോൾ അടുത്തൊരു നേതാവിനെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട സമയമായി. അതിനു വേണ്ടിയിട്ട് പിണറായി ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 3 യുവ നേതാക്കന്മാരിൽ ആരെയെങ്കിലും പരിഗണിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിണറായിയുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രമുണ്ട്. ഒരു നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉഗ്രപ്രതാപിയായ ഒരു നേതാവിരിക്കെ ആ നേതാവിന് പകരമായി വെക്കാവുന്ന വേറെ 2 ആളുണ്ടെന്നുള്ള പേര് ആരെങ്കിലും പറഞ്ഞാൽ സംഭവിക്കുന്നത് ആ പേര് പറയപ്പെട്ട ആളുകളുടെ കഷ്ടകാലം തുടങ്ങും. ഇപ്പം P. രാജീവും MB രാജേഷും ബാലഗോപാലും പിണറായിക്ക് പകരം വെക്കാവുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവരുടെ കാലക്കേട് പാർട്ടിയിൽ ആരംഭിക്കാൻ പോവുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം മരുമകനെ മുഖ്യമന്ത്രിയാക്കേണ്ടതാണ്. കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമും ആവശ്യപ്പെടുന്നത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണം, പിന്തുടർച്ചക്കാരനായി വാഴിക്കണമെന്നാണ്. അതിന് പറ്റാതെ, അതിനെക്കുറിച്ച് സംസാരിക്കാതെ മറ്റ് 3 യുവ നേതാക്കളുടെ പേര് പറയുമ്പോൾ പിണറായിയെ മാത്രമല്ല പിണറായിയുടെ മരുമകനെയും വെട്ടിയിരിക്കുകയാണ് ഗുരുദാസൻ. അതുകൊണ്ട് ഇനി ഗുരുദാസനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗുരുദാസനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. പിന്നെ ഗുരുദാസൻ പാർട്ടി ചെയ്തിരിക്കുന്നത് ഗുരുദാസന് സ്വന്തമായി വീടില്ലായിരുന്നു. കേരളത്തിൽ മന്ത്രിയായിരുന്ന, ദീർഘകാല MLA ആയിരുന്ന, അങ്ങനെ കേരളത്തിലെ CPMലെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന ഗുരുദാസന് സ്വന്തം വീടില്ലായിരുന്നു. അവസാനം പാർട്ടിക്കാർ പിരിവെടുത്തൊരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 3-4 വർഷമായുള്ളൂ ഗുരുദാസൻ്റെ വീട് കൊല്ലത്ത് അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു കൊടുത്തിട്ട്. ആ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നത്. കൂടിപ്പോയാൽ അദ്ദേഹത്തെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് PK ഗുരുദാസന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒന്നല്ല 1000 വീടുകളുണ്ട്. പക്ഷേ ഗുരുദാസൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഈ പാർട്ടി സമ്മേളന കാലത്ത് ചർച്ചയാവേണ്ട ഒന്നാണ്. മാതൃഭൂമി ദിനപത്രത്തിലാണ് ഈ PK ഗുരുദാസൻ്റെ ഈ ഇൻ്റർവ്യൂ പരസ്യമായി എതിർത്ത് PK ഗുരുദാസൻ ബാലഗോപാലും രാജീവും രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് പറയുന്ന സ്ഫോടനാത്മകമായ ഒരു അഭിമുഖം കൊല്ലം ബ്യൂറോയിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടറായ രതീഷ് രവി പേര് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ പേര് വെച്ച് കൊടുത്തിരിക്കുന്ന അത് സത്യത്തിൽ ഒരു വാർത്തയാവേണ്ടതാണ്. എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ, മാതൃഭൂമി ഇപ്പോൾ ചെയ്യുന്ന ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടല്ലോ, CPMനെ സംബന്ധിച്ചുള്ള ഈ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായ, ആധികാരികമായ ഒരു ജേർണലിസ്റ്റിക് സ്പിരിറ്റിലുള്ള റിപ്പോർട്ടിംഗാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പോൾ മാതൃഭൂമി നടത്തുന്നത്. പക്ഷേ മനോരമയുടെ റിപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ CPMനെ ഇങ്ങനെ വെള്ളം പൂശിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം എന്ന് പറയുന്നതാണ്. ഇങ്ങനെയല്ല, CPMൽ പിണറായിക്ക് മാത്രം ഇളവ് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള വിവിധ സ്റ്റോറികൾ, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ തരത്തിൽ CPM സമ്മേളനത്തിനെ വിലയിരുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു റിപ്പോർട്ടിംഗാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. അതിൽ അവർ ഗുരുദാസനെ പോയി കണ്ടിട്ട് ഇത് ചോദിച്ചിരിക്കുന്നു എന്നത് അവരുടെ ഒരു ജേർണലിസ്റ്റിക് ബ്രില്യൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഒരു ഒന്നാന്തരം മിടുക്കനായ ഒരു ജേർണലിസ്റ്റാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ പത്രാധിപർ മനോജ് കെ ദാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ റിപ്പോർട്ടറായിട്ട് ബ്യൂറോ ചീഫായിട്ടൊക്കെ പത്രങ്ങളിൽ പ്രവർത്തിച്ച്, ഇന്ത്യൻ എക്സ്പ്രസ്സിലുമൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ പടിപടിയായി വളർന്ന മാതൃഭൂമിയുടെ പത്രാധിപരായ മനോജ് കെ ദാസിന് അറിയാം എങ്ങനെയാണ് ഒരു സമ്മേളനം, ഒരു ഈവൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നറിയാം. അതിൻ്റെ മുഴുവൻ ബ്രില്യൻസും ഇന്നത്തെ ഈ മാതൃഭൂമി പത്രത്തിലുണ്ട്. ഏതായാലും വളരെ സ്ഫോടനാത്മകമാണ്. ഒരിക്കൽ കൂടി പറയാം, ഗുരുദാസൻ പറയുന്നത് കാര്യമാണ്, കാര്യമാത്ര പ്രസക്തമാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ചർച്ച ചെയ്യും, CPM ചർച്ച ചെയ്യില്ല. കാരണം CPMൽ തിരുവായിക്ക് എതിർവായില്ല. മരുമോൻ മതി. മരുമോന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഏതായാലും ഈ പാർട്ടിക്കകത്ത് ഗുരുദാസൻ ആരെ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിഷ്കളങ്കമായി പറഞ്ഞതാണ്. ഇപ്പം തന്നെ പിണറായി അങ്ങോട്ട് മാറിയിട്ട് രാജീവിനെയോ ബാലഗോപാലിനെയോ രാജേഷിനെയോ ഒന്ന് മുഖ്യമന്ത്രിയാക്കിയാൽ കൊള്ളാം എന്ന് അദ്ദേഹം നിഷ്കളങ്കമായി, സതുദ്ദേശപരമായി പാർട്ടിയെ രക്ഷപ്പെടുത്താൻ, പാർട്ടിയുടെ ഐക്യത്തിന് വേണ്ടി, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സഹായകമാകുമെന്നത് കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അത് നമുക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളാണ് ബാലഗോപാലും രാജീവും രാജേഷും ഒക്കെ. പക്ഷെ അവരുടെ പാർട്ടിക്കകത്തെ കരിയറിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം ഇത് CPM ആണ്. പിണറായി എപ്പോഴും പറയാറുണ്ട്, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അതുകൊണ്ട് ഗുരുദാസനൊന്നും വരാനില്ല. പക്ഷേ ഈ 3 പേർക്ക് യുവ നേതാക്കൾ, മരുമകൻ്റെ പേര് പോലും പറഞ്ഞില്ല,
അപ്പം മരുമകൻ്റെ പേര് പറയാതെ മരുമകനെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞ ഈ 3 പേരുകാർക്ക് ഇനി എന്തു പറ്റുമെന്ന് കണ്ടറിയണം. കാരണം നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.